മഴക്കാലമായാൽ നമുക്കറിയാം ഈ കളക്ടർമാരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവധിയുണ്ടോ, അവധി തന്നൂടെ എന്നൊക്കെ ചോദിച്ചുള്ള വിദ്യാർത്ഥികളുടെ മെസ്സേജുകൾ, കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കളക്ടർക്കും ഒരു മെസ്സേജ് കിട്ടി. പക്ഷേ അക്ഷരത്തെറ്റോട് അക്ഷരത്തെറ്റാണ്. അത് കണ്ട കളക്ടർ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ നമുക്ക് ധാരാളം റിക്വസ്റ്റുകൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ എടുത്ത് മെസ്സേജസ് ഇങ്ങനെ എന്ത് വായിച്ച് നോക്കാറുണ്ട്. പലതും ഇങ്ങനെ അവധി തരണം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് പെട്ടെന്ന് ഈ മെസ്സേജ് കണ്ടപ്പോൾ ഇത് എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. ഇത് ആവശ്യപ്പെട്ട അവധിയാണ്, പക്ഷേ എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നിയത് ആപ്പ് വെച്ചൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ആൾക്ക് ആപ്പ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്താലും മലയാളം വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എഴുതാൻ അറിയില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആൾക്ക് മറുപടി കൊടുത്തപ്പോഴത്തേന് ആൾ പിന്നെ അപ്പോഴേ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി. പക്ഷേ എന്നാലും വളരെ രസകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഐഡൻറ്റിറ്റി മറച്ച് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്തത്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് മലയാളം പഠിച്ചിരിക്കേണ്ട നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് പഠിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം ആൾ അവധിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അവധി കൊടുക്കേണ്ട സാഹചര്യവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവധി ചോദിക്കുക, സ്കൂളിൽ പോവുക, പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്.